ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇഫ്താറിനെല്ലാം ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള അറേബ്യൻ ഫത്തായറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടുനോക്കാം. ഈ ഒരു ഫത്തായർ റെഡിയാക്കാൻ വേണ്ടിക്ക് ആദ്യം തന്നെ വേണ്ടത് ഇളം ചൂടുള്ള പാലാണ്. ഞാനിത് 150 ml എടുത്തിട്ടുണ്ട് കേട്ടോ. ഇളം ചൂടുള്ള വെള്ളവും വേണം. രണ്ടും കൂടിയിട്ട് 350 ml ഉണ്ടാവും. നിങ്ങൾ എത്രയാണോ ഉണ്ടാക്കുന്നത് അതിനനുസരിച്ചിട്ട് പാലും വെള്ളമെല്ലാം ചേർത്ത് കൊടുക്കുക കേട്ടോ, മൈദ എടുക്കുന്ന അനുസരിച്ചിട്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കലാണ്. ഇത് എല്ലാവർക്കും അറിയുന്ന തന്നെയല്ലേ, നമ്മൾ കുബൂസിനെല്ലാം കുഴക്കുന്ന പോലെ തന്നെയാണ്. അതിൻ്റെ കൂടെ ഒലീവ് ഓയിൽ ചേർത്ത് കൊടുക്കും. ഇനിയിപ്പോൾ ഇതിലേക്ക് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതും 1 ടീസ്പൂണോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ മൈദ എത്ര എടുക്കുന്നോ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ 3 ടേബിൾ സ്പൂണ് ഒലീവ് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം ഞാൻ ഈ എടുത്ത അളവിനില്ലേ കറക്റ്റ് നമുക്ക് 4 ഫത്തായർ, കുറച്ച് വലിയ ഫത്തായർ 4 എണ്ണം റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പം നിങ്ങൾ എത്രയാണോ ഉണ്ടാക്കുന്നത് അതിനനുസരിച്ച് കൂട്ടിയും കുറച്ചെല്ലാം എടുക്കാം കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് മിക്സ് ആക്കി എടുക്കലാണ്. എന്നിട്ട് ഇതിലേക്ക് മൈദ ചേർത്ത് കൊടുക്കണം. നിങ്ങൾക്ക് ആട്ടപ്പൊടി വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നുണ്ടെങ്കിൽ മൈദയും ആട്ടയും മിക്സ് ചെയ്തിട്ടും ചെയ്തെടുക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ മൈദയും കൂടി ഇട്ട് കൊടുക്കലാണ്. അതും ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ എത്രയാണോ പാലെടുക്കുന്നത് അതിനനുസരിച്ച്. ഇപ്പം 2 ഫത്തായറല്ലോ വേണ്ടതെന്നുണ്ടെങ്കിൽ 1/2 കപ്പ് ഇളം ചൂടുള്ള പാലിൽ ചെയ്തെടുത്താൽ മതി കേട്ടോ. എന്നിട്ട് എല്ലാം കൂടി നല്ലോണം കുഴച്ചെടുക്കാം. എന്നിട്ട് ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. സാധാരണ നമ്മൾ കുബൂസെല്ലാം ചെയ്യുന്ന പോലെ പൊങ്ങാൻ വേണ്ടിക്ക് 2 മണിക്കൂർ ചൂടുള്ള സ്ഥലമല്ലാന്നെങ്കിൽ 2 മണിക്കൂർ കൊണ്ട് തന്നെ പൊങ്ങി വരും. ഇനിയിപ്പോൾ ഞാൻ ക്രീം ചീസ് റെഡിയാക്കി എടുക്കലാണ്. അതിനായിട്ട് 1 ലിറ്റർ പാല് അല്ലാന്നുണ്ടെങ്കിൽ 1/2 ലിറ്റർ പാല് ചൂടാക്കാൻ വെക്കുക. തിളച്ച് വരുന്ന ടൈമിലേ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് വിനെഗർ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ പനീറാക്കി എടുക്കാം. അപ്പോൾ പാലിൽ നിന്ന് പനീർ വിട്ട് വരും കേട്ടോ. എന്നിട്ടിത് അരിച്ചെടുക്കുക. എന്നിട്ട് മിക്സിയുടെ ജാറിലൊന്ന് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ ചീസ് റെഡിയാവും കേട്ടോ. ഞാനിപ്പം അരിച്ചെടുക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ, അരച്ചെടുക്കുന്നില്ല. മിക്സിയുടെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കുന്നില്ല. ഇനിയിപ്പോൾ ഇതിലേക്ക് ചിക്കനോ ബീഫോ മട്ടനോ ഏതായാലും എടുക്കുക. എന്നിട്ട് ഞാൻ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ചെറിയ ചെറിയ പീസാക്കി കൊത്തി അരിഞ്ഞു കൊടുക്കലാണ്. ഇനിയിപ്പോൾ ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂണ് ഒലിവ് ഓയിൽ തന്നെയാണ് ഒഴിച്ചു കൊടുത്ത്. ഏത് ഓയിലായാലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ 4 8 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഇനിയിപ്പം ഇതിലേക്ക് വേണ്ടത് ഉള്ളിയാണ്. ഞാനിപ്പം 1 വലിയ ഉള്ളി ചെറുതായിട്ട് കട്ടാക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കലാണ്. എന്നിട്ട് ഉള്ളിയും കൂടി ഒന്ന് നല്ലോണം വഴറ്റിയെടുക്കാം കേട്ടോ. ഇനിയിപ്പം ഉള്ളി ഒന്ന് വഴന്ന് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ബീഫില്ലേ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചിക്കൻ ആണെങ്കിലും ബീഫാണെങ്കിലും മട്ടൻ ആയാലും കുഴപ്പമില്ല. പിന്നെ വേവിൽ കുറച്ച് വ്യത്യാസം ഉണ്ടാവുന്നേ ഉള്ളൂ. ചിക്കൻ ആകുമ്പോൾ പെട്ടെന്ന് കുക്കായിട്ട് വരൂലേ, ബീഫും ഇങ്ങനെ കൊത്തി എരിയുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുക്കായിട്ട് വരും കേട്ടോ. ഞാനിപ്പോൾ എല്ലാം കൂടി മിക്സ് ആക്കി എടുക്കലാണ്. ഇനിയിപ്പം ബീഫ് കുക്കാവുന്നത് വരെ അടച്ച് വെച്ച് വേവിക്കുക. അപ്പോൾ നമ്മുടെ ബീഫ് നല്ലോണം കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പം ഇതിലേക്ക് വേണ്ടത് മുളക് പൊടിയാണ്. ഞാനിപ്പം 1 ടീസ്പൂണ് മുളക് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ തന്നെ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് ഒറിഗാനോ ചേർത്ത് കൊടുക്കലാണ്. ഒറിഗാനോയിലും ഉണ്ടെങ്കിൽ നല്ല ഒരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെ ഉണ്ടാവും കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് 1-2 ടേബിൾ സ്പൂണ് കെച്ചപ്പില്ലേ, ടൊമാറ്റോ കെച്ചപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി മിക്സ് ആക്കി എടുക്കാം. പിന്നെ ബീഫ് ഞാൻ പറഞ്ഞ പോലെ ഒരു 20 മിനിറ്റ് കൊണ്ട് ബീഫ് കുക്കായിട്ട് വരും കേട്ടോ, ലോ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ. ഇനിയിപ്പം എനിക്കൊരു ഇൻസ്റ്റാ പേജിൽ നിന്ന് കുറച്ച് ഷാൾ അയച്ചു തന്നിട്ടുണ്ട്. ഇതിപ്പോൾ അയച്ചു തന്നിട്ടില്ലേ, 1 മാസം 2 മാസം എങ്ങാനും ആയിട്ടുണ്ട്. ഇതിൽ നിന്ന് കുറച്ചെല്ലാം ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. മാഷാല്ലാ നല്ല ക്വാളിറ്റിയിലെ അടിപൊളി ഐറ്റംസാണ് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ എല്ലാം ടൈം നമ്മൾ ഷാളെല്ലാം വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇവരുടെ ഫുൾ ഡീറ്റെയിൽസ് കൊടുക്കുക. നിങ്ങൾ ചെക്ക് ചെയ്തോ, വിശ്വസിച്ച് വാങ്ങാൻ പറ്റും, അടിപൊളിയാണ്. ഞാൻ പറഞ്ഞിട്ടില്ലേ കുറച്ചെല്ലാം ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ടെന്ന്. ഇതുണ്ടല്ലേ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇവരുടെ കയ്യിൽ, നിങ്ങൾ എന്തായാലും ചെക്ക് ചെയ്തോ. പിന്നെ പേജ് മറക്കണ്ട, ഇജാബ് കാസ്റ്റലിനാണ് കേട്ടോ, ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ ഫില്ലിംഗ് എല്ലാം റെഡിയാക്കിയില്ലേ. ഇനിയിപ്പം വേണ്ടത് മോസറല്ല ചീസാണ്. നിങ്ങൾക്ക് എത്ര ചീസ് വേണമെന്നുണ്ടെങ്കിൽ എടുക്കുക കേട്ടോ. നിങ്ങൾക്ക് എത്ര ചീസ് വേണം അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. പിന്നെന്താ, മല്ലിയില എടുത്തിട്ടുണ്ട്. മല്ലിയിലല്ല ശരിക്കും വേണ്ട, പാസ്ലി ലീവ്സാണ് ശരിക്കും വേണ്ട. ഞാനിപ്പം മല്ലിയിലയാണ് എടുത്തിട്ടുള്ളത്, എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട്. ഇനിയിപ്പം നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ ഒരു പനീറില്ലേ, ക്രീം ചീസാക്കി വെച്ചിട്ടില്ലേ, ആ ഒരു പനീർ ഇതിലേക്ക് ഇട്ട് കൊടുക്കലാണ്. ഇതിപ്പം അരച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്രീം ചീസായിട്ട് കിട്ടും കേട്ടോ. ഞാനിപ്പോൾ ഇത് മൊത്തത്തിൽ പൊടിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കലാണ്. നമ്മൾ ആദ്യം മൊസറല്ല ചീസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്.
ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് ക്രഷ് ചെയ്ത കുരുമുളക് പൊടിയും ഒറിഗാനോവും ചേർത്ത് കൊടുക്കലാണ്. പാസ്ലി ലീഫ് ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് എല്ലാം കൂടി മിക്സ് ആക്കി എടുക്കുക. കൈവച്ചിട്ട് നല്ലോണം മിക്സ് ആക്കി എടുക്കുക. പിന്നെ ചീസ് എടുക്കുമ്പം ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ പിസ്സയ്ക്ക് യൂസ് ചെയ്യുന്ന ചീസിലെ എടുക്കുമ്പം നല്ല ക്വാളിറ്റിയിൽ തന്നെ നോക്കിയിട്ട് എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. നല്ല ചീസാകുമ്പം നല്ലോണം വലിഞ്ഞ് കിട്ടും, അല്ലാന്നുണ്ടെങ്കിൽ ശരിയായിട്ട് കിട്ടൂല. അപ്പോൾ ഞാൻ ചീസും എല്ലാം കൂടിയിട്ട് നല്ലോണം മിക്സ് ആക്കി എടുക്കലാണ്. അപ്പോൾ നമ്മുടെ എന്താ പറയുക, ചീസിൻ്റെ ആ ഒരു ഫില്ലിങ്ങും കൂടി റെഡി ആയിട്ടുണ്ട്, ബീഫും റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം എല്ലാം കൂടിയിട്ട് സെറ്റാക്കലാണ്. പിന്നെ ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ, കഴിക്കാൻ വേണ്ടിക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റാണ്. ആ ഒരു ടൈമിൽ നമ്മുടെ മാവിൽ നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ വേണം കേട്ടോ നമ്മുടെ മാവ് ഉണ്ടാകാൻ വേണ്ടിക്ക്. ഞാനിപ്പോൾ കുറച്ച് മൈദയും കൂടി കയ്യിലാക്കിയിട്ട് അങ്ങനെ എന്താ പറയുക ബോൾസാക്കി എടുക്കലാണ്. നമ്മൾ കുഴച്ചെടുക്കുമ്പോൾ ചപ്പാത്തിൻ്റെ അത്ര ടൈറ്റായിട്ട് കുഴച്ചെടുക്കാൻ പാടില്ല, കുറച്ച് ലൂസിൽ തന്നെയാണ് ഫത്തായറിൻ്റെ ആ ഒരു മാവ് വേണ്ടത്. ഇനിയിപ്പോൾ ഞാൻ 6 ബോൾസാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ടിത് പരത്തി കൊടുക്കലാണ്. ഇതിപ്പോൾ ഞാൻ വലിയ ഫത്തായറാണ് റെഡിയാക്കി എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുഞ്ഞായിട്ട് റെഡിയാക്കി എടുക്കാം. അതെല്ലാം നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഞാനിപ്പോൾ ഒരു ബട്ടർ പേപ്പറിന് മുകളിൽ കുറച്ച് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ ഞാൻ ചെയ്തെടുക്കുന്നത്. ഏത് ഷേപ്പിലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്തെടുക്കാം. അറേബ്യൻ സ്റ്റൈൽ ഫത്താഹിർ എന്ന് പറയുമ്പം നല്ല ചൂടോടെ അടിപൊളിയായിട്ട് സെർവ് ചെയ്യുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിക്ക്. കഴിച്ചവർക്ക് അറിയണ്ടാവും അതിൻ്റെ അതേ ടേസ്റ്റ് കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മല്ലിയിലേക്ക് പകരം പാസ്ലി ലീഫ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. ഇപ്പം നാട്ടിലെല്ലാം കിട്ടുന്നില്ലേ, സൂപ്പർ മാർക്കറ്റിലെല്ലാം ഉണ്ടാവും. ഇല്ലാന്നുണ്ടെങ്കിൽ മല്ലിയില ചേർത്ത് കൊടുക്കുക കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ ചെയ്യുന്ന പോലെ സൈഡിലായിട്ട് ചീസ് ഇട്ട് കൊടുക്കലാണ്. ഞാൻ ഈ വീഡിയോയിൽ ചെയ്യുന്ന പോലെ ചെയ്താൽ മതി കേട്ടോ. ചീസ് ഇതുപോലെ സൈഡിലായിട്ട് ഇട്ട് കൊടുക്കലാണ്. ഇനിയിപ്പോൾ ആ ഒരു സൈഡിൽ നിന്നായിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് എന്താ പറയുക ഫോൾഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ, ഒന്ന് മടക്കി കൊടുക്കുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ചെയ്യാം. പിന്നെ സാധാ ട്രഡീഷണലായിട്ട് ഈ ഒരു ഷേപ്പിലാണ് കാണുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഷേപ്പിൽ നിങ്ങൾക്ക് വീഡിയോ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇത് മൊത്തത്തിൽ സൈഡിൽ ഒട്ടിച്ചു കൊടുക്കുക. ഇനിയിപ്പോൾ ഞാൻ മൊത്തത്തിൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ബീഫ് കീമ മസാലയിലെ അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിന് മുകളിലായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ആ ഒരു മൊസറല്ല ചീസും ക്രീം ചീസിൻ്റെ എല്ലാം മിക്സില്ലേ അത് ഇതിന് മുകളിലായിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൊസറല്ല ചീസ് എടുക്കുമ്പം പിസ്സൻ്റെ എല്ലാം ചീസ് എടുക്കുമ്പം ശ്രദ്ധിക്കാം നല്ല ക്വാളിറ്റിയിൽ നോക്കിയിട്ട് എടുക്കാം. ഇതിപ്പോൾ എനിക്ക് കിട്ടിയിട്ടില്ല, ഇതിൽ അധികം വലിഞ്ഞു വരാത്തൊരു ടൈപ്പ്. ഇനിയിപ്പം ഇതിൻ്റെ സൈഡിലായിട്ടില്ലേ നമ്മൾ എഗ് യോക്കില്ലേ, മുട്ടൻ്റെ മഞ്ഞക്കരുവില്ലേ, അത് ഒന്ന് പൊട്ടിച്ചിട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഒന്ന് മിക്സ് ആക്കിയിട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതിന് മുകളിലായിട്ട് വെളുത്ത എള്ളുണ്ടെങ്കിൽ വെളുത്ത എള്ളും കറുത്ത എള്ളെല്ലാം ഉണ്ടാവില്ലേ അതെല്ലാം കൂടി ചേർത്തിട്ട് ഒന്ന് സെറ്റാക്കി എടുക്കാം. അപ്പോൾ ഞാൻ 4 ഫത്തായർ ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് ഇത് വെച്ച് കൊടുക്കുക. 180 അല്ലാന്നുണ്ടെങ്കിൽ 180 ഡിഗ്രിയിൽ ഒരു 15 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് കുക്കായിട്ട് വരും കേട്ടോ. കാര്യം ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ, ഇടയിൽ ഒരു 12 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് കുക്കായിട്ട് വരും. അപ്പോൾ നമ്മുടെ ഫത്തായർ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്, ചൂടോടെ സെർവ് ചെയ്യാൻ അടിപൊളിയാണ് കേട്ടോ. ഒരു ബീഫിൻ്റെ കീമേൻ്റെ ടേസ്റ്റും മുകളിലുള്ള ചീസും എല്ലാം ആയിട്ട് വേറെ ഒരു ടേസ്റ്റാണ്. അറേബ്യൻ രുചികൾ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു ഫത്തായർ ഇഷ്ടമാവും. അപ്പോൾ ഇഫ്താറിൻ്റെ ടൈമിൽ എന്തായാലും ട്രൈ ആക്കി നോക്കേണ്ട ഒരു ഐറ്റം തന്നെയാണ്. പിന്നെ ഇതിൽ ഞാൻ എൻ്റെ ഒരു കഴിഞ്ഞ റമദാൻ്റെ ടൈമിൽ ചെയ്തൊരു വീഡിയോ ആണ്. ഇതിപ്പം എന്താ പറയുക റെസിപ്പി മാത്രമാക്കിയിട്ട് അപ്ലോഡ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും ഇൻഷാ അല്ലാ അസ്സലാമു അലൈക്കും, ബൈ.